ഹായ് അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ടായിട്ട് മാഷാഅല്ലാ കുറേ ആൾക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിന്. ഇപ്പോൾ പാർട്ട് 2 വേണമെന്ന് നിൽക്കുമ്പോൾ വേണമെന്നെല്ലാം പറയുന്നുണ്ടായിന്. അപ്പോൾ ഇൻഷാ അല്ലാ പാർട്ട് 2 ആയിട്ട് തന്നെ വന്നിന്. അപ്പോൾ ഞാനില്ലേ ഒരിക്കൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാവരും ഒരാളൊരു ഡൗട്ട് ഞാൻ കമൻറ്റിൽ തന്നെ ഓരോന്ന് റിപ്ലൈ കൊടുക്കലുണ്ട്. ആ ചോദിച്ച ഡൗട്ടിൻ്റെ എല്ലാവരും വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആക്കാനായിട്ട് നോക്കട്ടെ ഇൻഷാ അല്ലാ എങ്ങനെയാണ് നോക്കാവേ. അപ്പോൾ നമ്മൾ ഒന്ന് നല്ലൊരു വലിയൊരു പർച്ചേസ് നടത്താം. അത് കുറേ ആയി. ഇത് ഇന്നലത്തെ ഞാൻ തന്ന വീഡിയോ കുറേ ഞാൻ പറഞ്ഞിട്ട് മുമ്പത്തെ എല്ലാ വീഡിയോ ആണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആനിവേഴ്സറി ഉണ്ട്, അതിന് വെഡിങ് ആനിവേഴ്സറി ജൂൺ 19 അപ്പം എല്ലാം എടുത്ത് അതിനൊരു ദിവസം മുമ്പ് അങ്ങനെ ലൈറ്റ് എടുത്ത വീഡിയോ ആണ് ഇതെല്ലാം. അപ്പോൾ ഞാൻ ആനിവേഴ്സറിക്ക് വലിയ ആർഭാടം കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മാപ്പിള ഞാൻ പിള്ളമാരൊരു കേക്ക് കെട്ടാക്കാം അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്ലാൻ ഉണ്ടായി. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച് സുഖമില്ലാത്തതുകൊണ്ട് വേണ്ടപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു സുഖമില്ലാതെ ഞാൻ ഒന്നും മാറ്റിയേക്കാങ്ങല്ല. നമ്മൾ സുഖം ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയിലാക്കിനല്ലോ. അടിപൊളിയല്ലേ അങ്ങനെ മക്കളിങ്ങനെ ഒരു കേക്ക് കെട്ടാക്കല്ലോ അങ്ങനെ പുറത്തു പോലെ അങ്ങനെയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇക്കുറിയോ അങ്ങനെ ആക്കാം. കഴിഞ്ഞില്ല വീൽ ചെയറിലുള്ളത് അങ്ങനെ ഒന്നിനൊന്ന് ബാക്കിൽ നിൽക്കണ്ടാലും ഞാൻ മുമ്പേ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിന്. എന്നിട്ട് ഞാൻ എന്താക്കി അസ്രുവിനൊരു സർപ്രൈസ് കൊടുക്കാന്നുള്ള സെലക്റ്റില്ലേ ഓൺലൈനിൽ ഓരോന്നോരോന്നേ ഐറ്റമെല്ലാം മേടിയിട്ടുണ്ടായി. ഒരു റെഡ് ബെഡ്ഷീറ്റ്, പിന്നെ റെഡ് കളർ ക്യാനിൽ, റെഡ് കളർ കേക്കിലേക്കുള്ളൊരു ക്യാനിൽ, അങ്ങനത്തെ എന്തെല്ലാം ബലൂണ്, റെഡ് കളർ ബലൂണ് എല്ലായിട്ടുള്ള ഞാനെന്തിന് റൂമിൻ്റെ അടുക്കൊരു കർട്ടനെല്ലാം ചേഞ്ചാക്കി റൂമിലേക്ക് പെയിൻ്റാക്കി അങ്ങനെല്ലാം ആക്കിനാ ഞാൻ. അത് റൂം കച്ചറായതുകൊണ്ട് ഞാൻ ആക്കിനാ ഞാൻ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതിൻ്റെ തന്നെ പ്ലാനിലാക്കിയതാണ് ഞാൻ ഈ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ. പക്ഷേ അതിൻ്റെ ഇടയിലല്ലേ ഉമ്മ മരിച്ചത്, അതുകൊണ്ട് സാധനമെല്ലാം നമുക്ക് ഓർഡർ ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായി മീഷോന്ന്. പക്ഷേ അതെല്ലാം ഇതാക്കാൻ അങ്ങനെ ഒരു ഇതായിട്ടില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ മേങ്ങിച്ചതെല്ലാം ഒരു മൂലൊക്കെ അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ പിന്നെ മൊയ്മാത്തിലേക്ക് പോലാന്ന്. മൊയ്മാത്തിലേക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് പോയിട്ടില്ല. അവർ എത്തിമക്കളെ കണ്ടില്ല, ഒരു സമാധാനമൊന്നുമില്ല. നല്ല എന്തോ ഒരു മൈൻഡ് റിലാക്സ് ആണ് അവിടേക്ക് പോകുമ്പോൾ. അതുപോലെ ഇപ്പം അസ്രൂൺ ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് ആടി അപ്പുറത്തില്ല എനിക്ക് കുറേ നേർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഒറ്റ കൊടുക്കാനും പിന്നെ നമ്മൾ മനസ്സൊരു സമാധാനം നാളെ പോയിട്ടൊരു യാസീനെല്ലാം ഓതിയിട്ട് വന്നെങ്കിൽ ഇതാക്കിയെങ്കിലും അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടായി. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഞാനില്ല പാർട്ട് 2ൻ്റെ വിശേഷങ്ങൾ പറയാം. പിന്നെ നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ വിശേഷങ്ങളും പറയാനുണ്ട്. പിന്നെ ഞാനില്ലേ ഇതിൽ നല്ലൊരു സ്പെഷ്യൽ മന്തിയാ പേരെന്തറിയില്ല, എന്ത് വേണം പേരിടാം, അങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ആനിവേഴ്സറിൻ്റെ അന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കുറേ ആൾ ചോദിച്ചിന് ഫുൾ ചിക്കൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. ഇൻഷാ അല്ലാ റെസിപ്പി കാണിക്കുക. നമ്മൾ ഇൻസ്റ്റ നോക്കലില്ല, ഇൻസ്റ്റ ഇല്ല, നീ ഇതിൽ തന്നെ ഇട് റെസിപ്പിയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത്. ഇത് തന്നെ ഇൻസ്റ്റ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടേ. ഇതിൽ ഞാൻ എന്തായാലും കൂടി ഇൻസ്റ്റ ഞാനിപ്പോൾ വന്ന് തുടങ്ങിയത്. എൻ്റെ മുമ്പേ ഉള്ള തന്നെ കൈ പിടിച്ചിട്ട് ഉയർത്തിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് ഈലുള്ള ഫോളോവേഴ്സാണ് നമ്മളെ യൂട്യൂബിലുള്ള. അപ്പോൾ ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതാക്കിയിട്ടാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഇൻസ്റ്റ ഞാനിപ്പോൾ അല്ല തുടങ്ങിയത്. അപ്പോൾ ഇൻസ്റ്റയിലിടുന്നത് എന്തായാലും ഞാൻ ഈ നല്ല റെസിപ്പിയും കാര്യങ്ങളെല്ലാം ഇടാം. ഓക്കെ, ഇതിലിടാം. പിന്നെ നമുക്ക് ഞാൻ സ്ട്രൈറ്റ് വീഡിയോ എടുക്കലില്ല, ഈ സൈഡാക്കിയിട്ട് തന്നെ എടുക്കല. എന്തെങ്കിലും നമുക്ക് ഇൻസ്റ്റയിലിടണോ യൂട്യൂബിലിടണോ. സ്ട്രൈറ്റ് ആക്കിയെങ്കിലേ യൂട്യൂബിൽ അത് ഇട്ടങ്ങ് പാങ്ങില്ല കാണാൻ. അതുകൊണ്ട് രണ്ടിൽ കൂടെ ഇടണോ എന്നിട്ട് തന്നെയാണ് ഞാൻ സൈഡാക്കിയിട്ട് തന്നെ ഇടുന്നത്. അങ്ങനെ അതാ പോയിട്ട് മൊയ്മാത്തിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇടയിൽ എത്ര ടൈം നിന്നെങ്കും നിന്നത്ര ഒരു ആശ തീരുന്നേയില്ല. ഞാൻ ഒരു മനസ്സിൽ തന്നെ എന്തോ ഒരു സമാധാനം. എടുത്ത ഈ ഉസ്താദുമാറിയും ഈ ചെറിയ കുഞ്ഞു മക്കൾ അവരോളെടുത്തിട്ട് പോന്നിയും ലൈനായിട്ട് പോന്നിയും അധികം ഞാനൊരു 3 ടൈമിൽ ഞാൻ മെത്തൽ ആ തസ്ബീഹെന്ന സൗണ്ടും ബൈറ്റത്ത് ഇതെല്ലാം കേൾക്കുമ്പോൾ മാഷാ അല്ലാ എന്തോ ഒരു സമാധാനം മനസ്സിലേക്ക്. അങ്ങനെ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയിട്ട് ദ്വാരക്കുന്നതിൻ്റെ എന്നിനെ നിറച്ചാക്കിയത് ഇതെല്ലാം ചെല്ലണ്ടേ. അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം ബിസി അറിഞ്ഞ് എന്തെങ്കിലും തങ്ങളെ അനിയനല്ല അവിടെ ഒരു സ്ട്രോക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് വിൻ ടച്ചിലുണ്ടായാലും കുറേ അതിൻ്റെ കഥ എല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അപ്പുറത്തായിട്ടാണ് ഓറുണ്ടായിരുന്നത്. പക്ഷെ ഓർക്ക് മുമ്പേ അതിന് കുറച്ച് സീരിയസ് ആയി തലേതായിട്ടും അങ്ങനെ എന്തെല്ലാം ആയിട്ടുണ്ടായിന്. പക്ഷെ നമ്മൾ പോകുമ്പോൾ കുറേ പിന്നെയും അവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിട്ട് അപ്പുറത്തെ റൂമിലും നമ്മൾ കുറേ വിസം പറഞ്ഞു ഓളോടെല്ലാം അങ്ങനെയെല്ലാം ചെല്ലിയിട്ടെല്ലാം അതിന് ശേഷം പിന്നെ ഉസ്താദ് വന്നിട്ട് കുറേ നേരം സ്രൂന് ഓതിയിട്ട്
മഹദിനും ഉദിച്ച് ഞാനൊരു കുക്കറിൽ പൊട്ടുന്നിട്ട് അങ്ങനെ അസ്രൂനും മഹദിനും എല്ലാവർക്കും ഉദിച്ച് മിതാതയിലെല്ലാം പോയിട്ട് പിള്ളമാരടുത്തെല്ലാം പോയിട്ടെല്ലാം വന്നിട്ട് ഞാനിതിങ്ങനെ വീഡിയോ എടുക്കും. എന്തോ ഒരു പാങ്ങല്ലേ കാണാൻ നോക്കാനും എല്ലാം. അക്കാസായിട്ട് കഴിഞ്ഞില്ല മിതാതും ഇങ്ങനെ വലുതായിട്ടായി മഹദിനെങ്കിലും കൂട്ടാൻ. പക്ഷെ അങ്ങ് നിർത്തിച്ചിട്ട് കൂട്ടുമ്പോൾ ഒരു ബേജാറ് എന്ത് കഥയെന്ന് അറിയുന്നില്ല. പിള്ളമാരാടെ തന്നെ നിന്നിട്ട് പഠിക്കുന്നില്ലേ, ഇതറെല്ലാം പഠിക്കുന്ന ഇപ്പം അങ്ങനല്ലേ പിള്ളേരെല്ലാം അങ്ങനെ നിർത്തിക്കാനൊരു മനസ്സിൽ വരുന്നേ ഇല്ല. അത് നമുക്ക് അത്ര യുമാനില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ മനസ്സിലേക്ക് തോന്നുന്നത്. നമുക്ക് എന്തോ ഒരു ബേജാറാണ് അളക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ അത്ര ഭാഗ്യം വേണ്ടേ ഉമ്മമാർക്ക് മക്ക അങ്ങനെ പഠിക്കാനല്ലോ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മ തോയർന്നങ്ങളെ പിന്നെ അസീനെല്ലാം ഓതിട്ടതിന് ശേഷം പിന്നെ ആടുന്ന് വിട്ടതാണ്. അപ്പോൾ ഇന്ന് ഓർഡർ ഒന്നും ഇല്ല ഞാൻ തോന്നുന്നത്. ഇതിപ്പോൾ കുറേ സൈഡിൽ എടുത്തിട്ട് അതുകൊണ്ട് നേരെ ഓർമ്മയില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പർച്ചേസ് എല്ലാം ആക്കിയിട്ടായിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞ് ഇന്ന് പിള്ളേർക്ക് സ്കൂളും ഇല്ല ഞാൻ തോന്നുന്നു. അപ്പോൾ പിള്ളമാരെല്ലാം വണ്ടിയിലുണ്ട്. അങ്ങനെ എല്ലാം എടുക്കെല്ലാം വന്നിട്ട് ഇതാക്കിയിട്ടില്ല. അതിന് ശേഷം ഇല്ലേ പിന്നെ കുറച്ച് മാങ്ങ കണ്ടെങ്കിൽ പിന്നെ ഞാനവിടെ സ്റ്റോപ്പായി. മാങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാങ്ങ ഇങ്ങനെ മാങ്ങയുടെ സീസൺ കയ്യോളം ഞാൻ വാങ്ങും അങ്ങനെ. അപ്പോൾ ഞാൻ എഴുന്നറിയാം ഞാൻ സാധനം വാങ്ങിയത് കാരി ഫ്രഷ് എന്നാണ് മൊഗ്രാലുള്ള. അവിടെ പോയിട്ട് കാണുമ്പോൾ നല്ല ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ കയ്യുള്ള കപ്പ് അതെടുത്തിട്ടുണ്ട്. അതിന് എത്ര കുപ്പീൻ്റെ പാത്രം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പൊട്ടിയിട്ട് പോകുന്ന എന്ത് കഥയെന്ന് അറിയുന്നില്ല. കുപ്പി പൊട്ടൽ കുറച്ച് കൂടുതൽ തന്നെ അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് തീയെല്ലാം കൊണ്ട കലെല്ലാം ഉണ്ട്. അപ്പോൾ ആരോ വരുന്ന കമൻറ്റിലില്ലേ കല പോകുന്ന ഒരു ഓയിൽമെൻ്റ് ഉണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായി. എനിക്കത് ഏത് വീഡിയോയിൽ പറഞ്ഞേന്ന് ഓർമ്മയില്ല. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നല്ല ഓയിൽമെൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ കല പോകുന്ന ഇപ്പുറത്തെ കയ്യിൽ അതിനാട്ട് എപ്പോഴാണ് കലായിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും തല്ലിനാൻ പറ്റി പോയി ഈ മാതിരി വെട്ടും കുത്തുമല്ലോ എന്ത് കയ്യിൽ അങ്ങനത്തെ കഥ. അങ്ങനെ കൊടുന്ന ഐറ്റംസിനെല്ലാം വേറെ വേറെ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം നമ്മൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നമ്മളെ പാർട്ട് 2ൻ്റെ വിശേഷങ്ങൾ പറയാൻ കുറേ ഉണ്ട്. ഇത് കുറച്ച് വീഡിയോ ലെങ്തിയാണ്. നിങ്ങൾക്ക് ബോറാണെങ്കിലേ ഒന്ന് ഫാസ്റ്റ് ആയിക്കാവാ. ബോറടിക്കുന്നെങ്കിൽ അമ്മ അതിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു കുരുത്തക്കട കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കൊടുക്കുന്ന സാധനത്തിനല്ലേ ചൊരിയാൻ വേണ്ടി തന്നിന്. അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ 2 ബൗൾ വാങ്ങിയിട്ടുണ്ടായി. നല്ലൊരു എസ്തെറ്റിക് ലുക്കില്ലേ ബൗൾ കാണാൻ. കണ്ടിട്ട് സഹി മേങ്ങാൻ പോയത് കുറച്ചരി സാധനം മേങ്ങിക്കൊണ്ട് വന്നത് വേറെ എന്തല്ലോ കണ്ണിൽ കണ്ട സാധനമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുകൊണ്ട് തന്നെ ഇപ്പം അധികം ഞാൻ എന്താക്കുന്ന അറിയാം അവിടെ ഷോപ്പിൽ വിളിച്ചല്ലേ ഡ്രൈവർമാർക്ക് കൊണ്ടുതരുന്ന സാധനം. അപ്പോൾ ഞാൻ ചെല്ലിയത് മാത്രമല്ല അവർ കൊടുത്തേക്കും. അവിടെ പോയിട്ട് എടുത്തെങ്കിൽ അതും എടുത്ത് ഇതും എടുത്ത് അതും അപ്പുറത്തെടുത്ത് ഇപ്പുറത്തെടുത്ത് മെയിൻ പാത്രം എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു തെല്ല് കണ്ടെങ്കിൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എന്തെല്ലാം വാങ്ങിക്കൊണ്ടുവരും അങ്ങനെ. അപ്പോൾ ലിക്വിഡ് ഹാൻഡ് വാഷ് സംഭവങ്ങൾ ക്ലീനാക്കുന്നത് തൊടുക്കുന്നത് പാത്രം കൊന്നത് എല്ലാവരും മാതിരി കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എല്ലാം കുറേ സ്റ്റേനായി. ഇതിപ്പോൾ മീങ്ങിയെങ്കിൽ കുറേ സ്റ്റേനുള്ള പർച്ചേസ് എല്ലാം ആക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ഹിറ്റ് ഞാൻ എപ്പോഴും ഹിറ്റ് പറയുന്ന തീർക്കാൻ കൂറ കടിക്കുന്ന കോരി തീർക്കേണ്ട കുഞ്ഞി കൂറ കണ്ടെങ്കിലേ രാത്രി 2 മണിക്ക് എണിച്ചെങ്കിൽ ശരിയാണ് ഞാൻ ബാത്റൂമിലേക്കെല്ലാം മണിച്ചെങ്കിൽ അവർ കുഞ്ഞു കുറേ ഓരോന്നിങ്ങനെ പാർന്നുണ്ടെന്നില്ലേ അതിനെ കൊല്ലാതെ ഉറക്കേ വരല്ല. അത് കൊന്നിട്ട് വേണമെങ്കിൽ അത് ഇതാണെങ്കിൽ സ്പൈഡർ അങ്ങനെല്ലാം ഉണ്ടാകുന്നില്ലേ രാത്രിയാകുമ്പോൾ എന്തായെങ്കിൽ അത് കൊല്ലാതെ ഞാൻ ഉറങ്ങില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ. അപ്പോൾ അത് കണ്ടിട്ടില്ലേ ഇപ്പോൾ മുന്നേ തന്നെ വന്നോണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പം കൊണ്ട് മോമ അതാ കോക്രോച്ച് ഒന്നുമില്ല ഇപ്പോൾ മഹത് അത് കണ്ടിപ്പോൾ മഹതും പഠിച്ചിരുന്നു ഞാൻ. അങ്ങനത്തെ കഥ. അപ്പോൾ ഇത് ഞാനിരുന്നേലേ ഇതിൻ്റെ വീഡിയോ ഇട്ട് ഞാൻ നമുക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ തരിയില്ലേ സജ്ജിക്കാക്കിയിട്ട് പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് എന്താക്കണം അറിയോ ഉള്ളി ഓയിൽ ഒഴിച്ചതിന് ശേഷം കടു കറിവേപ്പ് ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ടില്ലേ നല്ല ഗോൾഡൻ കളർ ആക്കണോ. എന്നിട്ട് അതിലേക്ക് റവ ഇട്ടിട്ടില്ലേ നല്ല വാങ്ങലെ മിക്സ് ആക്കിയിട്ടായിട്ട് തീ ഓഫ് ആക്കണം. എന്നിട്ടില്ല ഒരു ടിന്നിലിട്ടിട്ട് വെച്ചെങ്കിൽ എളുപ്പം നമുക്ക് പിന്നെ ഒരു സജ്ജികല ഉണ്ടാക്കുമ്പോൾക്ക് എന്തെങ്കിലും തിളക്കുന്ന വെള്ളം വെക്കുക. എന്നിട്ട് ഈ റവനൊന്ന് ഒരു പാനിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ടാകുമ്പോൾ നല്ല സജ്ജിക റെഡിയാകും. നോക്കിയേ ഇത് നോക്കി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ അധികം വെക്കൽ ഈ വസ്ത്രൂന് ഓയിലും ഇങ്ങനെ നിന്നിട്ട് ഫുഡെല്ലാം കുറച്ച് കൺട്രോൾ ആക്കുന്നതുകൊണ്ട് തന്നെ അധികം ഇങ്ങനത്തെ മറ്റേ ഉപ്പുമാവ് നമ്മൾ സജ്ജിക്കുന്നല്ലോ സജ്ജിക്കും അതല്ലെങ്കിൽ മില്ലറ്റ് ഹോട്ട്സ് അങ്ങനെയല്ല ഇങ്ങനെ കുറച്ചും ഇങ്ങനെ വെലിങ്ങനെയല്ല ചെറുങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെയാണ് അധികം ആക്കൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി ഹസ്ബൻഡിനെ
ഈ ടൈമിലല്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഫിസിയോ ചെയ്യുന്നത്. ഇപ്പെല്ലാം പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് പോയിക്കോണേ. അത് ഒരാടെ പോയാൽ കൈക്ക് കാലിക്കെല്ലാം മിഷൻ വെക്കുന്ന ഒരു വൈബ്രേഷനാണ് മിഷന്. ആ മിഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. പോയെങ്കിൽ പക്ഷേ ഇല്ലേ അന്ന് രാത്രിയോ മോന്തിയോളം അവിടെ എന്നാന്ന് പറഞ്ഞാൽ രാവിലെ പോയെങ്കിൽ വൈകുന്നേരമോളം അവിടെ വെയിറ്റ് ആക്കിയിട്ടും കത്തിയിട്ടും ഇപ്പുറത്തെ പോയിട്ട് അപ്പുറത്തെ പോയിട്ടെല്ലാം ടൈം ഭയങ്കര പോകുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്താക്കി പെരക്കന്നെ വരാലിട്ട് പുരല്ല തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പം ഞാൻ ഒരു ദിവസം തന്നെ വീഡിയോ അല്ല, ഒരു 10-15 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടുണ്ടാവും. ഇതിൽ പെരക്ക് ഗസ്റ്റ് വന്നത്, ഞാൻ പോയത് വന്നതെല്ലാം. അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് മന്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇതൊരു സ്പെഷ്യൽ മന്തിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാട്ട് അരി എടുത്തിട്ടുണ്ട്. 1 kg അരി സെല്ല റൈസാണ് എടുത്തിട്ടുണ്ട് 1 kg. അപ്പോൾ അത് അവിടെ വെള്ളത്തിലിട്ടിട്ട് പൊത്തിയിട്ട് വെച്ചിന്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് എണ്ണയിൽ ഒരു 5 സ്പൂണ് മന്തി മസാല ഇട്ട് കൊടുത്തിന്. പിന്നെ ഒരു 3-4 സ്പൂണ് കാശ്മീരി ചില്ലിയില്ലേ അത് ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ഉപ്പിട്ടിന്. മാഗി ക്യൂബ് ഇല്ലേ 4 മാഗി ക്യൂബ് ഇട്ടിന്. പിന്നെ അതാ ഒരു 1/2 കപ്പ് ഓയിൽ വെച്ച് കൊടുത്തിന്. ഞാൻ മീശോന്ന് വാങ്ങിയ കയ്യിലാണ് നല്ല വാങ്ങിയില്ലേ കാണാൻ ദൂരം വെച്ചറിഞ്ഞ. ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിലേ ഇൻസ്റ്റായിൽ പോകണം. ഞാൻ ഇൻസ്റ്റായിൽ എല്ലാത്തിൻ്റെ ലിങ്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ എന്നിട്ടില്ലേ ഇത്ര ഐറ്റംസ് ഇപ്പം ഞാൻ ഇട്ടില്ലേ എന്തെല്ലാം മന്തി മസാല ഞാൻ ഹോംമെയ്ഡ് ഞാൻ എന്നെ പോലെ ഉണ്ടാക്കിയത് പൊടിച്ചിരുന്നെങ്കിൽ പാക്കറ്റ് മേങ്ങിയാൽ മതി. ഓക്കെ. പിന്നെ ഇല്ലെങ്കിൽ എന്തില്ലേ പട്ട ഗ്രാമ്പ് ഏലക്കായ് സംഭവം എല്ലാം വറുത്തിട്ടില്ലേ അതിലേക്ക് മല്ലിയും വറക്കുമ്പോൾ ഇട്ട് ഡ്രൈ ലെമൺ ഇല്ല അതുപോലെ ജീരകവും പെരിഞ്ജീരകം എല്ലാം ഇട്ടിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടായിട്ട് ഇട്ടാൽ മതി. ഓക്കെ. അതാണ് മന്തി മസാല. ഓക്കെ. ഇതിലേക്ക് ഞാൻ ലെമൺ ഒന്ന് ഇട്ട് കൊടുത്തിന്. അത് സ്കിപ്പായിനെന്ന് തോന്നുന്നു. ലെമൺ ഇട്ടതിന് ശേഷം നല്ല ഭാഗം മിക്സ് ആക്കിന് ഓയിലെല്ലാം ഒഴിച്ചിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇത്ര ചിക്കൻ എടുക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിന്. നമുക്കും ഉമ്മാണ്ടർക്ക് ബാബിക്ക് എല്ലാവർക്കും കൊടുക്കാം. നമുക്ക് ആനിവേഴ്സറി അല്ലേ ഇന്നാണ് എൻ്റെ ആനിവേഴ്സറി. റെസിപ്പി കാണിക്കുന്നത് ദിവസം പറഞ്ഞാൽ ജൂൺ 19 ഞാനിത് ഉണ്ടാക്കിയ. അങ്ങനെ അപ്പം ഞാൻ ലെമണ് ബയ്യാന്ന് വെച്ചതല്ലേ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റ് എന്നില്ലെങ്കിലേ അത്രുപത്തിൻ്റെ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ആ മന്തിനാട്ടി കുറച്ച് വെറൈറ്റി ഇത് അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മന്തിനാട്ടി. അപ്പോൾ ഇത് നമ്മനെ റെസ്റ്റ് ചെയ്യാൻ നോക്കണം. കൈനങ്ങ് ഒരു 2 മണിക്കൂറല്ല വെക്കാം. നമുക്ക് അത്ര ഒന്നും ടൈം വെക്കാൻ ടൈമും ഇല്ല സമയവും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി ഞാനൊരു അരമണിക്കൂർ വെച്ചിനാന്ന് അറിയാലോ അത്ര തന്നെ. എന്നിട്ടായിട്ട് ഈ സാധനം എല്ലാം എന്താക്കണം അറിയോ ആവിയിൽ വേവിക്കണം. വേവിക്കുമ്പോൾ നിങ്ങൾ അപ്പച്ചട്ടിയിലില്ലേ ക്വാണ്ടിറ്റി വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വെച്ചോ. എന്തില്ലെങ്കിലേ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. നല്ല കയറ്റ് നല്ല നീറ്റിൽ തന്നെ വെച്ചോ. ആ വെള്ളം ആവശ്യമുണ്ട്. ഈ അപ്പച്ചട്ടിയിൽ വേവിക്കുന്ന ഈ ചിക്കനില്ലേ ഈ ചിക്കന് വെന്തിട്ടാകുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്കില്ലേ ആ ചിക്കന് വെന്ത വെള്ളവും സ്റ്റോക്കെല്ലാം ഈ അപ്പച്ചട്ടീൻ്റെ ഉള്ളിലേക്ക് തൂറ്റി പോവും. അതിൻ്റെ ഉള്ളിലേക്ക് അടിക്കി. അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിക്കുന്നത്. മനസ്സിലായ ഇതിൻ്റെ ടേസ്റ്റ് മെയിനുള്ളത് ആ വെള്ളത്തിൽ. അപ്പോൾ ആ മെയിന് വെള്ളം എന്തായെങ്കിൽ നിങ്ങൾ കെയറാക്കിയിട്ട് വെച്ചോവേ. ഓക്കെ. ഇതിപ്പം ഞാൻ പീസാക്കിയിട്ട് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മന്തി ഫുൾ ചിക്കനിൽ ചെയ്യുക. ഇങ്ങനെ ആക്കിയിട്ട് ആവിയിൽ ഫുൾ ചിക്കനെ വേവിച്ചാൽ മതി. ഫുൾ ചിക്കൻ ആക്കിയിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ ആക്കാം. ഓക്കെ. അപ്പോൾ അത് ഞാൻ ആവിയിൽ വേകാൻ വെച്ചിട്ട് നമുക്ക് ചോറിനുള്ള സ്പൈസസ് എല്ലാം റെഡിയാക്കാം. ഡ്രൈ ലെമൺ, പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ലീഫിന് എന്താ വെച്ചാൽ അയലെന്നെന്തോ വെച്ചാൽ അത് ആ സാധനം. പിന്നെ ഉള്ളി, പച്ചമുളക്, കുരുമുളക്, പിന്നെ ക്യാപ്സിക്കം. ഇതെല്ലാം അളവ് കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കൂട്ടുക കുറയ്ക്കുക നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് എല്ലാം ചെയ്യാം. ഓക്കെ. അത്ര തന്നെയാണോ ഇത്ര തന്നെയാണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ അരിൻ്റെ വെള്ളം അതെല്ലാം കറക്റ്റാണോ ഇടുന്ന ഐറ്റംസ് എല്ലാം നമ്മളെ ചിക്കൻ ഇടുന്നതിന് അനുസരിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അതാ ആവിയിൽ നല്ല വാങ്ങൽ ചിക്കൻ വെന്തിട്ട് വന്നിന്. അപ്പോൾ ഈ മസാലയിൽ ഇതെല്ലാം നമുക്ക് വേണവേ ഇത് കളയണ്ട. ഓക്കെ. ഇത് നമ്മൾ ചിക്കന് ഉണ്ടാക്കി അതേ ബൗളില്ലേ അതിൽ ഇത്ര മസാല ബാക്കിയാണ്. ഇത് അവിടെ ഇരിക്കട്ടെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ബാക്കി ഞാൻ പറയാം. എപ്പോഴും സെല്ല റൈസ് ഊറ്റലാന്ന്. ഇത് പക്ഷെ ഊറ്റുന്നതല്ല ഇതിൽ തന്നെ വെറ്റിച്ചെടുക്കുന്നത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന തന്നെ. അപ്പോൾ അതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയില്ലേ നീരുള്ളി ഇട്ട് കൊടുത്തിന്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ഉള്ളിയാ 1 ഉള്ളിയാ നമുക്ക് ശരിക്കും ഓർമ്മയില്ല. അത് ഉള്ളി ഇട്ട് കൊടുത്തിന്. അത് ഉള്ളി കുറച്ച് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കില്ലേ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നോക്കിയാൽ ഉള്ളിൻ്റെ കളർ മാറിയത് കണ്ട. ഇനി നിങ്ങൾ അതിലേക്ക് പച്ചമുളക്, കുരുമുളക്, ക്യാപ്സിക്കം അതെല്ലാം ഇടുന്നത്. പച്ചമുളക് ഞെട്ടൊന്നും കളയണ്ട അങ്ങനെ കേട്ടോ. അറബിക് ഡെസേർട്ട് പോലെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അറബിക് സ്റ്റൈലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമുളകെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള
പട്ട ഗ്രാമ്പ് ഏലക്ക ആ സംഭവം ഡ്രൈ ലെമൺ അതെല്ലാം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വാങ്ങലെ മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മൂടിയിട്ടില്ലേ എല്ലാം ഒന്ന് വെന്തിട്ട് വരോളം വെയിറ്റ് ആക്കുക. ഓക്കെ, ഈ ടൈമിൽ നമ്മൾ വേവിച്ച ചിക്കനില്ലേ ഇനി നമുക്കൊന്ന് ഇനി കുറച്ച് പണിയുണ്ട്. ഇതാ ഇതിപ്പോൾ ഞാനില്ലേ ഒരിത്തിരി മുളക് പൊടിയും ഉപ്പ് കുറച്ചിട്ടില്ല, എന്തായെങ്കിൽ ഉപ്പ് ഉണ്ടാവും നോക്കിയിട്ടോ, ഒരിത്തിരി സുർക്ക ഒഴിച്ചിട്ടില്ലേ ഇങ്ങനത്തെ ഒരു മസാല ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് മിക്സ് ആക്കിയിട്ട് വെക്കണം അവിടെ ചിക്കനെ ബൈലോട്ട് രണ്ടാമത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതെന്താ അറിയോ, നമ്മൾ അപ്പച്ചട്ടിയിലുണ്ടായ ചിക്കൻ്റെ വെള്ളം, ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം, ആ വെള്ളത്തിലാണ് ഈ ചോറ് വേവിക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഇത്ര വീഡിയോ സ്ലോല കാണിക്കുന്നതിനറിയാം നിങ്ങൾക്ക് നേരെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. അപ്പോൾ നേരെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് വേണം, ഉണ്ടാക്കിനാ ടേസ്റ്റ് ഉണ്ടാ എന്തെന്നല്ല. ഈ വീഡിയോസ് എല്ലാം ഇങ്ങനെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇനി എടുക്കാനും റെസിപ്പി കാണിക്കാനല്ലേ ചെറുങ്ങനത്തെ പണി എന്തല്ലോ നല്ല പണിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർഡറിൻ്റെ ഇടയിലൊന്നും റെസിപ്പീസ് കാണിക്കാതെ. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ നോക്കിയെങ്കിൽ മാത്രം പോരാ, നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി കമൻറ്റിൽ അറിയിക്കും. ഓക്കെ, ടേസ്റ്റ് ഉണ്ടായിനാ ഉണ്ടാക്കിനാ എന്ത് കഥയെന്നെല്ലാം. അപ്പോൾ അത് മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല പാങ്ങളെ തിളക്കുമ്പോൾ നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഞാൻ സെല്ല റൈസാണ് വെച്ചിട്ടുള്ളത്, മന്തിക്ക് ഏറ്റവും നീളം കൂടിയ അരിയാണ് ഈ സെല്ല റൈസ്. അത് നല്ല പാങ്ങളെ തിളച്ചിട്ടുണ്ട്. ഇപ്പം ഞാനില്ലേ ഒരു പാട്ടായിരിക്കും 2 പാട്ട വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ 1 kg അരിയാണ്, 1 kg അരിയാണ് ഇട്ടുന്നത്. അപ്പോൾ എത്ര kg നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എടുക്കുന്ന അളവ് ഇപ്പോൾ ഏതോ ഒരു പാട്ട അരിയെങ്കിൽ അതിലേക്ക് 2 പാട്ട വെള്ളം വെച്ചാൽ മതി. ഓക്കെ, ഈ ടൈമിൽ ഉപ്പെല്ലാം ചെക്കാക്കുക. അതായത് നമ്മൾ ഇട്ട സ്പൈസസ് എല്ലാം വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തിരുന്നതിന് അത് വെന്തിട്ട് സെറ്റാകുമ്പോൾ എല്ലാം മിക്സ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ആ മുളക് മിക്സ് ആക്കിയിട്ട് ചിക്കനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കണോ. ഈ ടൈമിന് കിച്ചണ കാൽക്കൊലത്തതിന് പിന്നെ ഇന്ന് ചേച്ചിയുണ്ട്, ചേച്ചി ഉള്ളതുകൊണ്ടെങ്കിൽ അത്ര പേടിയില്ല. ചേച്ചിയെല്ലാം ക്ലീൻ ആയിക്കോറും. അപ്പോൾ ഉള്ളെല്ലാം തുടച്ചുകൊണ്ട് ചേച്ചി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കും. അങ്ങനെതാ അൽഹംദുലില്ലാ ചോറ് റെഡി ആയിന്. ഇനി നമുക്കില്ലേ ഈ ചിക്കനെ ഓരോന്നായിട്ട് ഫ്രൈ പാനിൽ ഇതിങ്ങനെ ജസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ശാലു ഫ്രൈ പോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുക. അതാ ഞാൻ അപ്പുറത്തെ ചാർക്കോള് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ തന്നെ. എല്ലാവരും അടുപ്പിലൊന്ന് ഇങ്ങനെയെല്ലാം വരുന്ന അടുപ്പ് നമ്മളെടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് അഡ്ജസ്റ്റ് ആക്കാം. ഓക്കെ, അങ്ങനെ ആ ചിക്കനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഞാൻ ബാച്ചായിട്ട് എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ വെച്ച ചോറില്ലേ ആ ചോറിൻ്റെ മുകളിലേക്ക് ഫുള്ള് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ചാർക്കോളില്ലേ നടുക്ക് ചാർക്കോൾ വെച്ചിട്ട് പുകയിട്ടിട്ട് അടിച്ചിട്ട് ഒരു 1/4 മണിക്കൂർ ചെറിയ സിമ്മിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആ ചാർക്കോളിൻ്റെ സ്മെല്ലും ഈ ചിക്കൻ്റെ സ്മെല്ലെല്ലാം ഒന്നാകെ ചോറിലേക്ക് പിടിച്ചിട്ട് മിക്സ് ആയിട്ട് ആടത്തോളം വെച്ചിട്ട് നല്ല ബേക്കുന്ന നേരമാകുമ്പോൾ സെറ്റാവും. ഓക്കെ, ഇത് ഉണ്ടാക്കിയിട്ട് ഇത് എന്തായാലും നിങ്ങൾ ബേക്കണം, അത്ര ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കാനും അല്ലാതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ എന്ത് വേണമെങ്കിലും സൽസയാ മയോണസാ അച്ചാറാ കച്ചമ്പറ എന്ത് വേണം കൂട്ടാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാ. അങ്ങനെ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എല്ലാം നോക്കി എല്ലാം പറഞ്ഞത് മനസ്സിലായില്ലേ. ഇനി ഞാൻ എൻ്റെ പാർട്ട് 2 വിശേഷങ്ങൾ പറയാവേ. അങ്ങനെ നമ്മയില്ലേ തന്നാസ് കിച്ചൻ്റെ സ്റ്റിക്കർ അടിച്ചു, കവറെല്ലാം മേങ്ങി. പിന്നെ ഞാൻ ജസ്റ്റ് എന്താക്കിയറിയോ ചെറുങ്ങനെയുള്ള ഓർഡറെല്ലാം എടുക്കാൻ തുടങ്ങി. ഡെയിലി ഞാൻ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി. ഒരു 10 കട്ട്ലേറ്റ് കൊണ്ടുപോയതെങ്കിൽ 10 ഉന്നക്കായ കൊണ്ടുപോയതെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും ഒരു ഇത്തിരി കാക്കിയിൽ അച്ചാർ കൊണ്ടുപോയി ഞാൻ അതിൻ്റെ സ്റ്റാറ്റസ് ഇടും. എന്തായാലും ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇല്ലാതെ ഞാൻ കൊടുക്കുകയില്ല സ്റ്റാർട്ടിങ്ങിലെല്ലാം. അപ്പോൾ അത് കണ്ടുമ്പോൾ എല്ലാവരും ചോദിക്കും നീ ഉണ്ടാക്കുന്നതാ, എത്ര റേറ്റ്, എങ്ങനെ റേറ്റ്, എന്ത് റേറ്റ്, ഏത് റേറ്റ് എന്നെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടില്ലേ. പിന്നെ അനിയത്തി അബുദാബിക്ക് പോകുമ്പോൾ അബുദാബിക്ക് പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് അച്ചാറുണ്ടാക്കി കൊടുത്തിന്. ആ ടൈമിലെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ച് പോകുന്നത്ര 20 ഉറുപ്പിൻ്റെ കെട്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്ര അങ്ങനെ ഓക്ക് കൊടുത്ത് ആടെ ഗൾഫിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഇച്ചവയിലോട്ട് ഷോപ്പിലേക്ക് അങ്ങനെ ചെറിയ 20 ഉറുപ്പിൻ്റെ കെട്ടാക്കിയിട്ട് കൊണ്ടുപോയി അപ്പോഴേക്ക് അവർക്ക് വലിയ ബക്കറ്റിൽ വേണം വെച്ചില്ലേ. അങ്ങനെ മാഷാ അല്ലാഹ് ഫസ്റ്റ് ഞാനൊരു 10 കിലോ 5 കിലോ എന്തോ വലിയൊരു അവളത്തെ ഒരു ബക്കറ്റില്ലേ അതിലിട്ടിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ ആയിട്ട് പിന്നെ ഗൾഫിലേക്ക് ചോദിക്കാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചാർ അങ്ങനെ ചോദിക്കാൻ അങ്ങനെ എല്ലാം തുടങ്ങി. പിന്നെ സ്നാക്സായി, പിന്നെ അങ്ങനെ ആയിട്ട് പിന്നെ മെല്ലെ
വെലിങ്ങനെ ആയിക്കൊണ്ട് പോയി. അപ്പോഴേക്കും എൻ്റെ എത്ര ഇതാക്കുമ്പോൾ ഇല്ല, ആ ഗ്യാസ് ഉണ്ടായിന് എൻ്റെ മുന്നത്ത് നമ്മളെ കിച്ചണിൽ യൂസ് ആക്കുന്നില്ല, ആ ഗ്യാസ് മാത്രം. കാറ്ററിങ്ങിൻ്റെ എല്ലാ ഗ്യാസ് മേങ്ങുമ്പോൾ ഇല്ല, ഞാൻ എത്രയോ രണ്ട് കൊല്ലമാണ് എന്തിന് ഓവനില്ലേ 2 കൊല്ലം എന്തോ കഴിഞ്ഞു ഞാൻ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് മേങ്ങുമ്പോൾ. ഞാൻ കേക്ക് ആക്കുന്ന ആ ടൈമിന് ഞാൻ ഭയങ്കരത്തിൽ കേക്ക് ആയിക്കൊണ്ടേ ഡെയിലി 3-4 കേക്ക് എന്തായാലും ഞങ്ങൾക്ക് ഉണ്ടാവും കൊടുക്കാൻ. അങ്ങനെ മാസത്തിൽ കുറച്ച് കൂടുതൽ തന്നെ ആയിക്കൊണ്ടേ നല്ല കേക്ക് കിട്ടിക്കൊണ്ടേന്. അപ്പോഴേക്ക് ഞാനില്ലേ ഓവനെല്ലാം മേങ്ങിയത് 2-3 കൊല്ലത്തിന് ശേഷമാണ്. മറ്റേ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. ടയർ കേക്കും 2 ടയറും 3 ടയറും എല്ലാം. അപ്പോൾ കേക്കെല്ലാം ഉണ്ടായി. ഇപ്പം കേക്ക് ഇങ്ങനെ ദൂരമായിട്ട് ഇപ്പോൾ ഫുഡിൽ തന്നെ ഫോക്കസ് ആയിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ ഓവന് പിന്നെയാണ് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മേങ്ങിയത്. ഈ ഗ്യാസിൻ്റെ അടുപ്പും അങ്ങനെ നമ്മൾ ബിരിയാണി 30 ആളെ ബിരിയാണിയെല്ലാം ഇതേ ഗ്യാസിൽ വെച്ചിട്ട് കൊടുത്തുകൊണ്ടായിരുന്നത്. ആ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് അടുത്തോളം ഞാൻ മേങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പയ്യെ മേങ്ങിയിട്ടാകുമ്പോയില്ലേ ഞാൻ വിചാരിച്ചു കാറ്ററിങ്ങിൻ്റെ മുമ്പേ മേങ്ങിറാഞ്ഞു. അത് നല്ല ഇല്ല, അതിൽ ചോറെല്ലാം അരി അല്ലെങ്കിൽ നല്ല കള തിളക്കുമ്പോയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. പിന്നെ നമ്മൾ ഈ ചെറിയ ഗ്യാസിൽ ഇങ്ങനെ മെല്ലെ തിളക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അതിങ്ങനെ ഓരോരോ വെച്ചടി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത്. ഫസ്റ്റ് നമുക്ക് അങ്ങനെ അറിയുന്നില്ല സംഭവം അതാണ്. പിന്നെ നമുക്ക് മെയിൻ ബിസിനസ് തുടങ്ങുന്നവരോട് പറയാനുണ്ടെന്ന് പറയുമ്പോൾ കുറേ പൈസ മുതലിടണ്ട. ഇപ്പോൾ ആണുങ്ങളിൽ ചെയ്യുന്നത് അങ്ങനെയല്ലേ, കുറേ ലക്ഷം ഉറുപ്പ മുതലിട്ടിട്ട് അത് ഓരോ ഒരു മൈൻഡ് അങ്ങനെ അല്ലാന്നല്ല ഞാൻ ചെന്നാൽ. നമ്മൾ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലേ നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മളെ കിച്ചണിലുള്ള സാധനം വെച്ചിട്ട് കുറച്ചത്തിൽ തുടങ്ങാം ചെറിയ രീതിയിൽ. അത് ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ല വളർന്ന് പന്തലിച്ചിരുന്ന് ഇങ്ങനെ 4 ഭാഗം അറിയാൻ തുടങ്ങുമ്പോൾ അതിനെ മെല്ലായിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്ക് തന്നെ എൻ്റെ ഒരു ഫാമിലി അറിയുന്നവരുണ്ട്. ഒരു നല്ല ഹോട്ടലും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുണ്ടായി. ഒരു നല്ല തുടങ്ങി കുറേ ലക്ഷം ഉറുപ്പെല്ലാം മുതലിട്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് ഒരു പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല, അത് സെറ്റാകുന്നില്ല എന്നില്ലായിട്ടില്ലേ എത്രയോ ലക്ഷം ഉറുപ്പ പോയിട്ട് ഹോട്ടലെല്ലാം പൂട്ടിയിട്ട് അങ്ങനത്തെ അവസ്ഥയിന്. പക്ഷേ അതങ്ങനെയാണ് നമുക്ക് ആണുങ്ങൾക്ക്. പക്ഷെ അങ്ങനെ നമ്മൾ പെണ്ണുങ്ങൾക്കല്ല, നമുക്ക് ചെറുങ്ങനെ മതി. നമുക്ക് നമ്മളെ മാപ്പിള അല്ല നമ്മളെ നല്ല മസാല പൊന്നു പോലെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോൾ ടൈം പാസിന് വേണ്ടിയിട്ടല്ല നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആക്കുന്നത് ഇപ്പോൾ. അപ്പം അതിനെന്താക്കുക, ചെറിയ രീതിയിൽ തുടങ്ങുക. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നല്ല ഇതിൽ ഹൈപ്പിൽ കയറുന്നുണ്ട്. അപ്പോൾ മെല്ലെ ഓരോരോ ഐറ്റം വേങ്ങാം. അങ്ങനെ വേങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ഓവന് പിന്നെ കാറ്ററിങ്ങിൻ്റെ വലിയ ഗ്യാസാടെ 2 ഗ്യാസായി 3 ഗ്യാസായി അങ്ങനെല്ലാം ആയത്. ഓവൻ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചെറിയത് മേങ്ങിനാ ഞാൻ 28 ഇഞ്ചിൻ്റെ അതിപ്പോൾ 20 ഇഞ്ച് അങ്ങനെ എന്തോ മേങ്ങിനാ ശരിക്കും ഓർമ്മയില്ല. ഇപ്പം ഞാൻ 60 ലിറ്ററിൻ്റെ കുറച്ച് വലിയത് മേങ്ങി. ഞാൻ മുമ്പെല്ലാം ഞാൻ പിസ്സയെല്ലാം ഇങ്ങനെ കുറേ കൊടുത്തോണ്ട് അതിന് ഓരോരോ സീസണിലെല്ലാം. പിന്നെ ഞാൻ മറ്റേ മിഷനില്ലേ പാക്കടിക്കുന്ന മിഷൻ മേങ്ങി. പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നെ സാധനങ്ങളെല്ലാം മേങ്ങിയിട്ട് ഇപ്പം മസാലയെല്ലാം സെറ്റായി. എല്ലാം എന്ത് നമുക്ക് ഓർഡർ എടുക്കുന്നെങ്കിലും ഒരു 100 ആൾ 200 ആൾ ഓർഡർ എടുക്കുന്നെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് അതിന് വരുമ്പോൾ അതിലേക്ക് വരുന്ന ആളും ഉണ്ട്, ക്ലീനാക്കുന്ന ആളും ഉണ്ട്, ഹെൽപ്പിനുള്ള ആളും ഉണ്ട്. എത്ര ഓർഡർ വന്നെങ്കിലും അതാണ് സംഭവം. നമ്മൾ ഇങ്ങനെ വെച്ചടി മെല്ലെ പോകണം. ഒരു ദിവസം കൊണ്ടാകുന്ന സംഭവമല്ല ഇത്. നല്ല കഷ്ടപ്പെടണം, ഹാർഡ് വർക്ക് എന്നില്ലെങ്കിലേ അങ്ങനത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മൊരു വിചാരിച്ച പോലത്തെ ഒരു നിലയിലെത്തുന്നത്. മാഷാഅല്ലാഹ് ഇപ്പോൾ ഒരു എല്ലാവരും അറിയാൻ തുടങ്ങി. ഇൻസ്റ്റയിലെല്ലാം വീഡിയോ ഇടുമ്പോൾ പിന്നെ അങ്ങോട്ടൊന്നുമില്ല ദൂരത്തുനിന്നെല്ലാം വിളിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ആയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് തന്നാസ് കിച്ചൺ ആയത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ? എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് അയക്കുക. അപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ്റെ വീഡിയോ കാണുമ്പോൾ കുറേ ആൾ ചെല്ലിൻ്റെ റെസിപ്പി ഇടുമെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ ആ റെസിപ്പി ഇടാം. ഇപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ റെസിപ്പി ഇട്ടില്ലേ, അതായത് കഴിഞ്ഞിട്ടായിട്ടില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് ആനിവേഴ്സറി അല്ലേ, പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നമ്മൾ നേരെ പോയത് എടുക്കറിയോ മാലിക് ദിനാർ പള്ളിക്കാന്ന്. മാലിക് ദിനാർ പള്ളിയിൽ പോയിട്ട് ആടെ നിസ്കരിച്ചിട്ട് ഇതുമായിരുന്നിട്ട് എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മഗ്‌രിബിൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആടെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ കുറേ ആൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ട് പറയുമോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നല്ല ചോദിക്കുന്നുണ്ടായി. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാവേ, അതടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ. അപ്പോൾ പിന്നെയില്ലേ നല്ലൊരു സർപ്രൈസ് ആയത് എന്താ പറയുമോ, നമ്മൾ കേക്ക് കട്ടാക്കിയിട്ടുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ കേക്ക് ഞാൻ മേങ്ങണമെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായി. മുമ്പെല്ലാം അസ്രു നല്ല സർപ്രൈസ് ആക്കൽ ഗൾഫിലുണ്ടെങ്കിൽ അങ്ങനെ
എങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിൽ സർപ്രൈസ് ആക്കുന്നതാണ്. അപ്പോൾ ഇക്കുറി ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, വീൽ ചെയറിലുണ്ട്, പോകാൻ കഴിയുന്നില്ല, എന്തോ ഞാൻ വലിയ പ്രതീക്ഷിച്ചിട്ടുമില്ല. പ്രതീക്ഷിക്കാത്തൊരു ടൈമല്ലേ. അപ്പം ഞാൻ അത്ര വലിയ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷേ മാഷാ അല്ലാ എന്നെ അത്ഭുതപ്പെടുത്തി ഈയൊരു സർപ്രൈസ് ആക്കിയതാണെന്ന് പറഞ്ഞാൽ ആനിവേഴ്സറിക്ക് സംഭവം എന്താ പറയുക, ഏട്ടത്തിയോട് വിളിച്ചെല്ലിട്ടില്ലേ കേക്കിൽ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കേക്ക് എനിക്കറിയില്ല കേക്ക് കൊണ്ടുവന്നത്. അപ്പം ഞമ്മ പൂവാങ്ങിയപ്പോഴേക്ക് മോന്തിയാകുമ്പോൾ ഉണ്ട് ഏട്ടത്തിയും മോളും വരുന്നത് കേക്ക് കൊണ്ട്. ഞാൻ വിചാരിച്ചത് മോള് കൊടുന്ന് ഞാൻ തോന്നുന്നു. അങ്ങനെ ഇതാക്കിയിട്ട് നോക്കുമ്പോൾ ഇത് അസ്റ്റർ ഓർഡറാക്കി കേക്ക് മീൻക്ക് വന്നിട്ട് അങ്ങനെ ചെല്ലിട്ട് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ എന്താക്കി കേക്ക് എൻ്റെ വണ്ടിയിൽ തന്നെ ഉണ്ട്, മുറിച്ചിട്ടേ ഇല്ല, മുറിക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ പോവാൻ കഴിഞ്ഞ് എൻ്റെ പോയി അങ്ങനെ ഇങ്ങനെ ആയിട്ട് വണ്ടിയിൽ കേക്കും വെച്ചിട്ട് അമ്മ മാലിക്ക് 16 പള്ളിയിൽ പോയി അവിടെ എല്ലാം സ്കെച്ചിട്ട് ഓതിയിട്ടൊന്ന് പറഞ്ഞിട്ടല്ല വൈകിട്ട് അതിന് ശേഷമല്ലേ പിന്നെ എടുത്ത് മുറിക്കും ഇങ്ങനെ 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 ഇതാക്കുന്നുണ്ട്. അപ്പോൾ പള്ളീൻ്റെ അടുത്തൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു അത് കേടാകുന്നില്ലേ. അങ്ങനെ എന്താക്കി ഞാൻ മാടത്ത് പോയിട്ടതിന് ശരിയല്ലേ ഏടറി മുറിച്ച് പെട്രോൾ പമ്പിൽ ഇങ്ങനെ ഏട്ടത്തി തിരക്കാക്കുന്നത് കേക്ക് കേക്ക് ഞാൻ ആയി കട്ടാക്കാന്നില്ല. ഞാൻ ഇങ്ങനെ ഇത് സിമ്പിളാക്കി ഓളൊരു വക തിരക്കാക്കുന്നത് ഇത് ഇതിനെ കാണിച്ചിറാന്നിട്ട് ഞാൻ ഇരിക്കുന്നത് എന്ത് പലരും ഇങ്ങനെ വിചാരിച്ച് ഓടണ്ടായി. എന്നിട്ട് ലാസ്റ്റ് കേക്ക് കട്ടാക്കുമ്പോൾ ഇല്ലേ വീഡിയോ എടുത്തിട്ടുണ്ട്, അതേടോ മിസ്സായിപ്പോയി, മറ്റേ ഇൻസ്റ്റാളിട്ടിട്ടുണ്ടായില്ല ആ വീഡിയോ. എന്നിട്ട് കട്ടാക്കുമ്പോൾ ഇല്ലേ കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തോ മാതിരി തടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്തറിയോ കേക്കിൻ്റെ ഉള്ളൊരു റിങ് എനിക്ക് ഫസ്റ്റ് എനിക്കൊരു മെയിൻറ്റിലേക്ക് കയറിയിട്ടില്ല, എന്തോ അതിൻ്റെ ഉള്ളിൽ തടുക്കുന്നത് ചോക്ലേറ്റ് അങ്ങനെ എന്തോ ആയിപ്പോയി. എനിക്ക് ഭയ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ടൊരു റിങ് ഭയങ്കര സർപ്രൈസായിന്ന് പറഞ്ഞാൽ. ഭയങ്കര എന്നില്ലെങ്കിൽ ഇത്ര എപ്പോഴും തരലുണ്ട് റിങ്, ഞാൻ എപ്പോഴും ആനിവേഴ്സറിക്ക് എടുത്തു. പക്ഷെ ഇക്കുറി ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലതാ. ഇതാണ് ബെഡ്ഷീറ്റ് അറിഞ്ഞാൽ എങ്ങനെയുണ്ട്, അതിൻ്റെ ലിങ്ക് അല്ലല്ലോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അറിഞ്ഞാൽ വേണമെങ്കിൽ നോക്കിയോ ഇൻസ്റ്റയുള്ളവർ അങ്ങനെ. അപ്പോൾ എന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നത്. അപ്പോൾ ചോറ്, മീൻകറി, മത്തീൻ്റെ മുട്ട, മാങ്ങ, വെജ് കറി എല്ലാം ഉണ്ട്. അപ്പോൾ ആനിവേഴ്സറീൻ്റെ കഥ അതാണ്. നമുക്ക് ഭയങ്കര സർപ്രൈസായി. ഞാൻ ഒരു മാഷാ അല്ലാ അങ്ങനെ ആയിന്നറിയാം. അപ്പോൾ ഇത് ഏട്ടത്തിനോട് ചെല്ലിയിട്ടില്ല, ഓളോട് തന്നെ ഫോണിൽ ചെയ്യാം. ഞങ്ങൾക്ക് കഥ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു റിയാക്ഷനേ ഉണ്ടായില്ല. മേങ്ങി കൊണ്ടുവന്ന് കൊടുത്തിനെന്നുള്ളൊരു അത് ഭയങ്കര സംഭവമായിന് ഈ സുഖമില്ലാത്ത ടൈമിൽ മാഷാ അല്ലാ തന്നല്ലോ എന്നിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ അല്ല കഥ. പിന്നെ ഞാൻ കുറേ കമൻറ്റ് കാണുന്നുണ്ട് മാഷാ അല്ലാ. നല്ലൊരു കമൻ്റ് ഉണ്ട് കുറേ നീളത്തിലുള്ളത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വായിക്കാം. ഭയങ്കര വീഡിയോ ഇഷ്ടമാണ്, വീഡിയോ എത്ര നേരമായിട്ടൊക്കെ നോക്കലുണ്ട്, ഒരിത്തിരി സ്കിപ്പാക്കലില്ല, നല്ല പാങ്ങുണ്ട് നോക്കാൻ. ഇൻസ്റ്റ നമുക്കില്ല, അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ എല്ലാം ഇടണം, വിശേഷങ്ങളെല്ലാം കാണാൻ നല്ല മജയുണ്ട് നല്ല ചെല്ലിട്ട്. പക്ഷെ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഇട്ടിട്ട് നോക്കാനും കമൻ്റ് ഇടാനും റിപ്ലൈ ആക്കാനെല്ലാം ആളെല്ലാം ഉണ്ടെന്നെല്ലാം ഭയങ്കര സന്തോഷം. അപ്പോൾ എപ്പോഴും എല്ലാവരും കമൻ്റ് ഇടാം. കമൻ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ, കമൻ്റ് നോക്കുമ്പോൾ, കമൻ്റ് റിപ്ലൈ ആക്കുമ്പോൾ ഒരു മജയാണ് നമുക്ക്, ഒരു മനസ്സിലേക്കൊരു സമാധാനം. നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ട് ഇടുന്നല്ലേ വീഡിയോസ് എല്ലാം, അതിന് റിപ്ലൈ എല്ലാം തരുമ്പോൾക്ക് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഓർഡർ ഉണ്ടായി, കുറച്ചടുത്ത് പോകാനുണ്ടായി, കുറച്ച് ഐറ്റംസ് എല്ലാം കൊടുക്കാനുണ്ടായി, ഗൾഫിലേക്കുള്ള ഓർഡർ, മാങ്ങ, അമ്പട്ട, അച്ചാർ, അങ്ങനെ ഇങ്ങനെ ആയിട്ട്. ഈ അമ്പട്ട കുത്തിയത് മാത്രം ഓർമ്മ ഉണ്ട്, അതിൽ തീർന്നേന്ന് അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ. അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഓർഡർ ഉണ്ടായി, പിന്നെ അങ്ങനത്തെ ഓർഡർ ഉണ്ടായി, ഇങ്ങനത്തെ ഓർഡർ ഉണ്ടായി, ഇങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായി. അപ്പോൾ പിന്നെ കുറേ ആൾക്കാരുടെ ഡൗട്ട്, ആ ഓർഡർ ഈ ഓർഡറിൽ ഇങ്ങനത്തെ എല്ലാം ഓർഡർ എങ്ങനെ കിട്ടിയെന്നെല്ലാം ചോദിക്കുന്നുണ്ടായി. അത് കിട്ടിയെന്നില്ലെങ്കിലേ നമ്മൊരു ഓർഡർ എടുക്കാൻ തുടങ്ങിയെങ്കിൽ അതിന് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഉണ്ടാന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്നിട്ട് റെഡിയാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെറൈറ്റി ഓർഡർ കിട്ടുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയില്ല, അറിയല, അത് എങ്ങനെയെന്ന് കഴിയല, അങ്ങനെ ഒന്നും ചെല്ലാകല. നമ്മൾ ഉണ്ടാക്കിയിട്ട് നോക്കാം, അപ്പം എന്തായാലും സക്സസ് ആവും. പിന്നെ ആരെങ്കിലും നമുക്ക് ചോദിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ അറിയാതെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒന്ന് ട്രൈ ആക്കി നോക്കണം പൊരയിൽ. ഇപ്പം നമുക്ക് തന്നെ പൊരയിൽ അത് നല്ല ടേസ്റ്റ് ആയിനാ, നല്ല എല്ലാവർക്കും കൊടുത്തിട്ട് ടേസ്റ്റ് ഉണ്ട് നല്ല ചെല്ലിട്ടാകുമ്പോൾ ഈ കസ്റ്റമറിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമുക്കൊരു ധൈര്യമായില്ല പേടിയില്ലാണ്ട് കൊടുക്കാൻ. അങ്ങനത്തെ എല്ലാ കഥ അങ്ങനെ ആയിട്ടാണ് ഈ ബന്ധമേ നടക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതാ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് കുറേ വീഡിയോ ഒന്നിച്ചിട്ടെടുക്കുന്നത് എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഇതിൽ, ചൂടുന്നതും എടുക്കുന്നതും ഓർഡർ കൊടുക്കുന്നതും അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളെല്ലാം. പിന്നെ ഞാനില്ലേ ഈ ടിൻ ഐറ്റംസ് എല്ലാം ഇല്ലേ തീർന്നെങ്കിൽ ഒന്നാകെ കിച്ചണ് ഒന്നാകെ ഡീപ്പ് ക്ലീൻ ആക്കാൻ നിൽക്കില്ല. എന്തില്ലെങ്കിൽ ഒന്നാകെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ടയേർഡായിട്ടില്ലേ, ഒരു വേനായിട്ട് പാതി ചെയ്ത് നിർത്തിയിട്ട് പോകേണ്ടിയിരുന്നു.
ഞാൻ എന്തൊക്കെ അറിയോ, എന്തെങ്കിലും ഒരു പഞ്ചസാര അതിൽ കാലിയായെങ്കിൽ അതിനെ മാത്രം ഇട്ടേക്കും, അല്ല വേറെ എന്തെങ്കിലും കടുക ഉപ്പ അത് കാലിയായി അത് മാത്രം ഇട്ടേക്കും. അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ആക്കാൻ നോക്കില്ല. അപ്പോൾ കുറേ ടൈം എടുക്കുന്നു, ബനാന്ന് മടി പിടിക്കുന്നു, അങ്ങനത്തെ എല്ലാ കഥ വരുന്നു. അപ്പോൾ ഇപ്പം 4 കണ്ടെയ്നർ കാലിയായിട്ടുണ്ട്. പയറ്, വേള, പഞ്ചസാര, പിന്നെന്താ അങ്ങനത്തെ തോന്നുന്നു. അങ്ങനെ എല്ലാം അത് മാത്രമായി എന്തെല്ലാം തീർന്നത് മാത്രം ഞാൻ കഴിച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ഇൻട്രസ്റ്റോടെ നല്ല പങ്ങല ക്ലീൻ ആക്കാനും കഴിയുന്നു, നല്ല വൃത്തിയുമാണ്. ഒന്നാകെ എടുത്തിട്ടാകുമ്പല്ലേ ഒരു അൽബൽബായിട്ട് ബിംബിയെ അല്ലെങ്കിൽ നമ്മൾ ബിംബിയെ ആക്കാൻ നോക്കുന്നത്. അങ്ങനത്തെ എല്ലാം കഥ. അപ്പോൾ അതെല്ലാം സംഭവങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം ആയിട്ടതിന് ശരിയല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാസർഗോഡ് പനി വന്നിട്ടുണ്ടായിരുന്നു. പനി എനിക്ക് നല്ല പനി, രണ്ട് ദിവസം ഇങ്ങനെ നോക്കി. പിന്നെ ഈ ടൈമിൽ നല്ല പനി വരുമ്പോൾ നമുക്കൊരു പേടിയാണ്, എന്താവും എങ്ങനെ ഇത് നിന്നിട്ട്. അങ്ങനെ ചുമയും പനിയും എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്നില്ല. നമ്മൾ നേരെ ഹമീദ് ഡോക്ടറെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. ഹമീദ് ഡോക്ടർ മാഷാഅല്ലാഹ് പോയിട്ട് എത്തുമ്പോൾ അന്ന് പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞിട്ടാകുമ്പോൾ ഹമീദിൻ്റെ അടുത്ത് തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത് പ്ലേറ്റ്ലേറ്റ് കുറവുണ്ടത്. അതുകൊണ്ട് തന്നെ ഹമീദിക്ക് നല്ല ഡോക്ടർക്ക് നല്ല പരിചയമുണ്ട്. അസ്രുവിനെ പോയിട്ടാകുമ്പോൾ എന്നെ ഒരു വണ്ടിയിൽ നിന്ന് ഇറക്കാനും ഇതാക്കാനും തോന്നിക്കല. വണ്ടിക്ക് തന്നെ വന്നിട്ട് പ്രഷറും കാര്യങ്ങളെല്ലാം ചെക്കാക്കി നോക്കി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ നോക്കി. ആടെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, നടക്കാനും ഇതാക്കാനും കഴിയുന്നില്ല എന്നുള്ള ചിലട്ട് അറിയുന്നതുകൊണ്ട് തന്നെ ഡോക്ടർ വന്നിട്ടെല്ലാം നോക്കിയിട്ട് ഗുളികയും മരുന്നും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അതിന് ശരിയല്ലേ. പിന്നെ ഞമ്മോ മാതിൻ്റെ മുടി എടുക്കാണ്ട് നല്ല മംഗല മുടി അങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ടില്ലേ ഈ മുടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പനെ കുറേ സ്ഥലത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു, ബൈലോട്ട് പോകുന്നു, ചിലപ്പോൾ ഉറങ്ങുന്നു, അല്ലെങ്കിൽ അവന് കരിയുന്നു, അല്ലെങ്കിൽ അവന് മൂടുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഓർഡർ ഉണ്ടാകുന്നു. അങ്ങനെയെല്ലാം ആയിട്ടില്ലേ ഇവിടെ അതിൻ്റെ മുടി അങ്ങനെ എത്തിയിട്ടെല്ലാം ചോദിക്കുന്നത് പെണ്ണാന്ന് അങ്ങനത്തെ കഥ. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങ് പ്രശ്നമില്ലാത്തില്ലേ മുടി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മുകളിൽ മിപ്പിരി സെൻറ്ററിലുള്ള ആളാണ് ഞാൻ മുടി എടുത്തത്. അപ്പം അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഇല്ലേ ജെയ്ത്തൂൻ എന്നിട്ട് ഒരു ഷോപ്പുണ്ട് ഫാൻസി. ഇപ്പോൾ തുടങ്ങിയത് സ്റ്റാർട്ടായത് 3 ഫ്രണ്ട്സ് ഒത്തിട്ട് സ്റ്റാർട്ടായി. മാഷാഅല്ലാഹ് നല്ല ഷോപ്പും നല്ല കളക്ഷൻസും അങ്ങനെ തന്നെ നല്ല സ്വഭാവമുള്ള 3 പെണ്ണുങ്ങളും. ഞാൻ ഈ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതാ ജെയ്ത്തൂൻ എന്നാണ് ഷോപ്പിൻ്റെ പേര്. കുറച്ച് കോസ്മെറ്റിക്സും സംഭവങ്ങളും പിന്നെ നല്ല ബ്രൈഡലിന് പറ്റിയ സംഭവങ്ങളും പിന്നെ ഇവിടെ റെൻറ്റിന് കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊമ്പളൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നോക്കാവേ, പോയിട്ട് നോക്കിയിട്ട് വാ. നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനപ്പുറത്തും ഇത് അതുകൂടി എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാനിവിടെ വെറുതെ നിൽക്കുന്നല്ലേ ഈ ഷോപ്പിലേക്ക് കയറിയതെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം ആ ഷോപ്പിലുള്ളവർക്ക് അങ്ങനെ തന്നെ സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വാ. ഓക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള കുറേ ആയിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ ഇനി കുറേ വിശേഷങ്ങളായിട്ട് വരാം. ഇതെന്താ പറയുക, ഞാൻ മുമ്പത്തെ വീഡിയോ എല്ലാം എടുത്തതിനെല്ലാം ഇങ്ങനെ ആക്കി തീർക്കലാണ്. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.